നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞാൻ എടുക്കാൻ പോകുന്ന റീഡിംഗ് എന്തെന്നാൽ, റിലേഷൻഷിപ്പിലുള്ളവരുടെ ആ ഒരു റിലേഷൻ, ആ ഒരു പ്രണയബന്ധത്തെ എങ്ങനെ ദൃഢമുള്ളതാക്കാം എന്നുള്ള റീഡിംഗ് ആണ്. ഇപ്പോഴുള്ള ആ ഒരു ബന്ധം കൂടുതൽ എങ്ങനെ ദൃഢമാക്കാം എന്നുള്ള ഒരു റീഡിംഗ് ആണ് എടുക്കാൻ പോകുന്നത്. ഭാര്യ ഭർത്താക്കന്മാർക്കും ഈ ഒരു റീഡിംഗ് ബാധകമാണ്. യൂണിവേഴ്സൽ മെസ്സേജ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. വീഡിയോയുടെ അവസാനം ഞാനൊരു മന്ത്രം കൂടി പറയുന്നതായിരിക്കും. എന്തൊക്കെ കാർഡ്സ് ആണ് വന്നത് എന്ന് നോക്കാം. ഓം നമഃ ശിവായ. നൈറ്റ് ഓഫ് പെൻഡക്കിൾസ്, ദ ഹൈ പ്രീസ്റ്റസ്, വീൽ ഓഫ് ഫോർച്യൂൺ, ദ സൺ കാർഡ്, നൈറ്റ് ഓഫ് കപ്സ്, പിന്നെ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് 10 ഓഫ് വാൺസ് ആണ്. പ്രണയബന്ധം ഉള്ളവർക്കും ഭാര്യ ഭർത്താക്കന്മാർക്കും ആദ്യം യൂണിവേഴ്സ് തരുന്ന മെസ്സേജ് എന്തെന്നാൽ, നിങ്ങൾ ക്ഷമാശീലരാകൂ എന്നതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എന്തു തന്നെ പറഞ്ഞാലും അത് ക്ഷമയോടെ കേട്ട ശേഷം മാത്രം ക്ഷമയോടുള്ള ഉത്തരം നൽകുക. എടുത്തുചാടിയല്ലാതെ ശബ്ദം കുറച്ച്, എത്രത്തോളം പ്രൊവോക്കേറ്റീവ് ആയിട്ടുള്ള സംസാരം ആണെങ്കിൽ പോലും സ്നേഹത്തോടെ മറുപടി പറയുക എന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ആദ്യത്തെ മെസ്സേജ്. റിലേഷൻഷിപ്പ് എപ്പോഴും ട്രസ്റ്റ് വർത്തി ആയിരിക്കണം. രണ്ടാമത്തെ മെസ്സേജ് ഇതാണ്: എപ്പോഴും പരസ്പരം വിശ്വാസത്തോടുകൂടി ഇരിക്കുക. പരസ്പരം വിശ്വാസവഞ്ചന കാണിക്കുവാൻ പാടുള്ളതല്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. റിലേഷൻഷിപ്പിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് വിശ്വാസമാണ്. പരസ്പരമുള്ള വിശ്വാസത്തിന് ഒരു കോട്ടം സംഭവിക്കാതെ ആ റിലേഷൻഷിപ്പിനെ കാത്തു സൂക്ഷിക്കുക. റിലേഷൻഷിപ്പിൽ വിശ്വസ്തത നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ ഒരു ബന്ധത്തിൻ്റെ അടിത്തറ തന്നെ അത് ഇളക്കുന്നതാണ് എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഏതൊരു റിലേഷൻഷിപ്പ് ആണെങ്കിലും ഇതിൻ്റെ ഇടയിൽ മറ്റുള്ള ഒരു വ്യക്തി വന്ന് അഭിപ്രായം പറയുവാനുള്ള സാധ്യത ഏറെയാണ്. അങ്ങനെ ആര് തന്നെ വന്ന് അഭിപ്രായം പറഞ്ഞോട്ടെ, അവരുടെ അഭിപ്രായം കേട്ടിട്ട് റിലേഷൻഷിപ്പിൽ ഒരിക്കലും ഒരു തീരുമാനം എടുക്കാതിരിക്കുക. ലൈഫിലാകട്ടെ അങ്ങനെ ഒരു തീരുമാനം എടുക്കാതിരിക്കുക. പ്രണയബന്ധം തകർക്കുവാൻ പല ആൾക്കാരും ശ്രമിക്കുന്നതാണ്. ഇവർ പറയുന്നത് കേൾക്കാതെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് എന്താണോ ശരി എന്ന് തോന്നുന്നത് അത് മാത്രം സ്വീകരിക്കാവുന്നതാണ്. റിലേഷൻഷിപ്പ് എപ്പോഴും സന്തോഷകരമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ ട്രൈ ചെയ്യുക. ഒരിക്കലും ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ കയറി പ്രോബ്ലം ഉണ്ടാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുകയും നിങ്ങൾ തമ്മിലുണ്ടാവുന്ന പ്രോബ്ലംസ് ആണെങ്കിലും മറ്റൊരു വ്യക്തിയെ ഇടപെടുത്തി അത് സോൾവ് ചെയ്യാതിരിക്കുക. നിങ്ങൾ പരസ്പരം തന്നെ അത് പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയും അല്ലാതെയും നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ പോലും വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ദോഷകരമായി ബാധിക്കുന്നതാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധം എന്നും ലൈഫ് ലോങ് സന്തോഷമുള്ളതായിരിക്കും എന്ന് എപ്പോഴും മാനിഫെസ്റ്റ് ചെയ്യുക. എത്ര തന്നെ നെഗറ്റീവ് ചിന്തകൾ കടന്നു വന്നു കഴിഞ്ഞാലും നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് സക്സസ് ആകും എന്ന് തന്നെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തൃപ്തി ഉണ്ടാകുന്ന രീതിയിൽ തന്നെ സ്നേഹം പങ്കുവയ്ക്കുക. ഒരാളുടെ ഇഷ്ടവും ഇഷ്ടക്കേടുകളും എന്താണ് എന്നുള്ളത് പരസ്പരം തന്നെ ചോദിച്ചറിയുക. യൂണിവേഴ്സ് തന്ന ഇത്രയും മെസ്സേജുകൾ നിങ്ങൾ ജീവിതത്തിൽ നടപ്പിലാക്കിയാൽ നിങ്ങളുടെ പ്രണയബന്ധം വളരെ ദൃഢമുള്ളതായിരിക്കും. ഒരു കാര്യം കൂടെ പറയാനുണ്ട്: അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും റെസ്പോൺസിബിൾ ആയിരിക്കണം. ഒരാൾക്ക് വിഷമം സംഭവിക്കുമ്പോൾ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് അത് സോൾവ് ചെയ്യാൻ പാർട്ട്നേഴ്സ് തമ്മിൽ മുൻകൈ എടുക്കേണ്ടതാണ്. നമുക്കൊരു മന്ത്രത്തെ പരിചയപ്പെടാം. പരസ്പരം സ്നേഹം കൂടാൻ വേണ്ടി ഈ ഒരു മന്ത്രം നിങ്ങളെ ഒരുപാട് സഹായിക്കുന്നതാണ്. ഈ മന്ത്രം എന്ന് പറയുന്നത് രാധാ ഗായത്രി മന്ത്രമാണ്. ഇത് ചൊല്ലേണ്ടത് ബ്രഹ്മമുഹൂർത്തത്തിലാണ്. രാവിലെ 4:30-നും 6 മണിക്കും ഇടയ്ക്കുള്ള സമയം. കുളിച്ച് ശുദ്ധമായി വൃത്തിയായുള്ളൊരു സ്ഥലത്തിരുന്ന് വേണം ഈ ഒരു മന്ത്രം ജപിക്കാൻ. 41 ദിവസം 108 തവണ വീതമാണ് ജപിക്കേണ്ടത്. ഓരോ ദിവസവും 108 തവണ വീതമാണ് ഈ മന്ത്രം ജപിക്കേണ്ടത്. മന്ത്രം കാണാതെ പഠിച്ച ശേഷം തെറ്റുകൂടാതെ വേണം മന്ത്രം ജപിക്കുവാൻ. സ്ത്രീകൾക്ക് പീരിയഡ്സ് ആവുന്ന സമയം ഈ മന്ത്രം ജപിക്കുവാൻ പാടുള്ളതല്ല. പീരിയഡ്സ് കഴിഞ്ഞതിന് ശേഷം മന്ത്രം തുടരാവുന്നതാണ്. മന്ത്രം എന്താണെന്ന് നമുക്ക് നോക്കാം. ഓം വൃഷഭാനുജായേ വിദ്മഹേ കൃഷ്ണപ്രിയായ ധീമഹി
തന്നോ രാധ പ്രചോദയാത്. മന്ത്രം ഒന്നുകൂടെ പറയാം. ഓം വൃഷഭാനുജായ വിദ്മഹേ കൃഷ്ണപ്രിയായ ധീമഹി തന്നോ രാധ പ്രചോദയാത്. ഇത് വളരെ സിമ്പിളായ ഒരു മന്ത്രമാണ്, പക്ഷെ വളരെ ശക്തിയേറിയ മന്ത്രവുമാണ്. ഇത് ചൊല്ലാൻ പറ്റുന്നവർ മാത്രം ചൊല്ലുക. ഒരു പലകയോ പായോ ബെഡ്ഷീറ്റോ വിരിച്ചിട്ട് വേണം, അതിൻ്റെ പുറത്തിരുന്ന് വേണം ചൊല്ലുവാൻ. മന്ത്രം എങ്ങനെയാണോ ചൊല്ലേണ്ട രീതി പറഞ്ഞത് അതുപോലെ മാത്രമാണ് ചൊല്ലേണ്ടത്. തെറ്റിച്ചൊല്ലാതിരിക്കുക. ഇത് നിങ്ങളുടെ ഒരു അറിവിനായിട്ട് വേണ്ടി മാത്രം പറഞ്ഞു തന്നതാണ്. താല്പര്യവും വിശ്വാസവും ഉള്ളവർ മാത്രം ഈ മന്ത്രത്തെ സ്വീകരിക്കുക. താല്പര്യമുള്ളവർ മാത്രം മന്ത്രം ചൊല്ലുക. അപ്പോൾ ഇതാണ് പ്രണയിക്കുന്നവർക്ക് വേണ്ടിയുള്ള യൂണിവേഴ്സൽ മെസ്സേജും മന്ത്രവും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായും രേഖപ്പെടുത്താവുന്നതാണ്. ആർക്കെങ്കിലും എൻ്റെ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതുമാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.